4 വർഷം മാത്രമേ സിനിമയിൽ അഭിനയിച്ചുള്ളൂവെങ്കിലും മലയാള സിനിമ എന്നെന്നും ഓർത്തിരിക്കുന്ന നടിയാണ് സംയുക്ത വർമ്മ. എപ്പോഴും ആരാധകർ ചർച്ച ചെയ്യാറുള്ളത് നടി എന്നെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്നതാണ്. കുടുംബജീവിതവും യോഗയുമൊക്കെയായി തൻ്റേതായ ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് നടി. അപൂർവമായി മാത്രമേ സംയുക്ത പൊതുചടങ്ങുകൾക്ക് പോലും എത്താറുള്ളൂ. ഇപ്പോഴിതാ കോഴിക്കോട് വെച്ച് നടന്ന ഒരു ചടങ്ങിൽ അപ്രതീക്ഷിതമായി സംയുക്ത വർമ്മയും സുരേഷ് ഗോപിയും തമ്മിൽ കണ്ടുമുട്ടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. PV ഗംഗാധരൻ്റെ 1ാം അനുസ്മരണ സമ്മേളനം ഗംഗാതരംഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. അവിടെയാണ് സ്ക്രീനിൽ നായകനും നായികയുമായി തിളങ്ങി നിന്ന സംയുക്ത വർമ്മയും നാളുകൾക്ക് ശേഷം സുരേഷ് ഗോപി പങ്കെടുത്ത ഒരേ ചടങ്ങിൽ ഒരേ വേദി പങ്കിട്ട് എത്തിയത്. കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൻ്റെ ദൃശ്യങ്ങളും വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ ഏട്ടനെ കണ്ടപ്പോൾ ഒരു കുഞ്ഞനുജത്തിയുടെ ഫീലിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ആ സ്നേഹം സംയുക്ത പങ്കുവച്ചത്. ചേട്ടനെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ നെഞ്ചോട് ചേർത്ത് നിർത്തുന്നുണ്ട് സുരേഷ് ഗോപി. അതോടെയാണ് ഇരുവരുടെയും കഥാപാത്രങ്ങളെക്കുറിച്ചും ഇരുവരുടെയും സ്വഭാവത്തിൽ വന്ന സാമ്യതകളും ചർച്ചയായത്. സിനിമയിൽ 4 വർഷമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അതിനിടയിൽ നിരവധി ചിത്രങ്ങളിൽ ഇരുവരും ഒരുമിച്ചിട്ടുണ്ട്. നരിമാൻ, മേഘസന്ദേശം, തെങ്കാശിപ്പട്ടണം, സൈവർ തിരുമേനി, വാഴുന്നോർ തുടങ്ങിയവയാണത്. തൻ്റെ ജീവിതത്തിൽ ഒരു സഹോദര സ്ഥാനമാണ് സുരേഷേട്ടനുള്ളത് എന്ന് പലകുറി സംയുക്ത പറഞ്ഞിട്ടുമുണ്ട്. ആഭരണങ്ങളുടെ കാര്യത്തിൽ നല്ല സെൻസുള്ള ആളാണ് സുരേഷേട്ടൻ. അതുകൊണ്ട് തന്നെ രാധിക ചേച്ചിയുടെ കയ്യിൽ നിറയെ കളക്ഷൻസ് ഉണ്ട്. ഈശ്വര, ഇങ്ങനെ ഒരു അച്ഛനോ ഏട്ടനോ ഭർത്താവോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിയിട്ടുണ്ട് എന്നും സംയുക്ത മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആഭരണങ്ങളുടെ കാര്യത്തിൽ സംയുക്തയ്ക്കും അതേ സ്വഭാവമാണ്. വെറൈറ്റി ആഭരണങ്ങൾ ധരിക്കാനും അത് വാങ്ങാനും സംയുക്ത പണം ചെലവാക്കാറുണ്ട്. ഇടയ്ക്ക് മാത്രമാണ് പൊതുവേദികളിൽ എത്തുന്നത് എങ്കിൽ പോലും സംയുക്ത അണിയുന്ന ആഭരണങ്ങളെക്കുറിച്ച് പലപ്പോഴും ചർച്ചകൾ നടന്നിട്ടുമുണ്ട്. ബിജുചേട്ടന് വാങ്ങിത്തുന്ന ആഭരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ വളരെ കടുകുമണി പോലെ സിമ്പിളായ സംഭവങ്ങളാണുള്ളത്. വളരെ തിൻ ചെയിനൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടമുള്ളത്. എന്നാൽ താൻ നേരെ തിരിച്ചാണ് എന്നും സംയുക്ത പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസവും സംയുക്ത അണിഞ്ഞ ആഭരണങ്ങൾ വ്യത്യസ്ത ലുക്കിലുള്ളതായിരുന്നു. ലക്ഷ്മി ദേവിയുടെ മുഖരൂപം പോലെ തോന്നിക്കുന്ന വലിയ ഒരു പെൻഡന്റും അതിന് യോജിക്കുന്ന ഒരു മാലയും അണിഞ്ഞാണ് സംയുക്ത എത്തിയത്. ആന്റിക് കളക്ഷൻ ആയാലും അല്ലാത്തവയായാലും ആഭരണങ്ങളോട് പ്രത്യേകമായൊരു താല്പര്യമുള്ളയാളാണ്. പൊതുവേദികളിൽ വേറിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ക്രേസാണ്. മുത്തുകുടയും വെഞ്ചാമരവും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ബിജുവേട്ടൻ തന്നെ കളിയാക്കാറുണ്ടെന്നും വലിയ ലോക്കറ്റുള്ള മാലയും കമ്മലും ഒക്കെയാണ് താൻ മേടിക്കാറുള്ളതെന്നും മുൻപൊരിക്കൽ സംയുക്ത പറഞ്ഞിട്ടുണ്ട്. അനുജത്തി ഉത്തര ഉണ്ണിയുടെ വിവാഹത്തിനും സംയുക്ത അണിഞ്ഞ ആഭരണങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.